ഇപ്പോൾ എം ആരിഫ് മുൻ എം പി ആണ്. ആരിഫ് സാർ നമസ്കാരം. ഇപ്പോഴാണ് എത്തുന്നത്? അല്ലല്ല, ഞാൻ ഇന്നലെ രാത്രി കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അളിയൻ കാണാൻ പറ്റിയില്ല. ഞാൻ ഇന്നലെ തിരക്കിനിടയിൽ ഇടിച്ചു കയറി കണ്ടിരുന്നു. ഇന്ന് അപ്പോൾ അളിയൻ കൂടെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ക്യാമ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴി വന്ദേ ഭാരതിൽ ഇരിക്കുമ്പോഴാണ് അറിയുന്നത്. പിന്നെ ഞാൻ കൊല്ലത്തിറങ്ങി തിരിച്ചു പോന്നു. തിരിച്ചു വന്ന് ആയിട്ടാണ് കണ്ടത്. ആലപ്പുഴക്കാർക്ക് സംബന്ധിച്ചിടത്തോളം ആലപ്പുഴക്കാരുടെ ഹൃദയത്തിൽ എപ്പോഴും വി എസ് ഉണ്ട്. വി എസിനെ സംബന്ധിച്ചിടത്തോളം എനിക്കാണെങ്കിൽ ഒട്ടേറെ എൻ്റെ 3 അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷനും വി എസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ പാർലമെൻറ്റിൽ 2019 വി എസ് ഒരേ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലേ വന്നുള്ളൂ. അത് ആലപ്പുഴയാണ്. ഇറക്കം പോകാൻ പറ്റിയില്ല, ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വി എസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലിയുണ്ടല്ലോ, നീട്ടലും കുറുക്കലും മാങ്ങവും വെങ്ങിയവും ശരീരവിളകിയും അതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് ഞാൻ 19 വർഷം മുമ്പ് കലാകൗമുദിയിലൊരു ആർട്ടിക്കിൾ എഴുതിയായിരുന്നു. അപ്പോൾ അത് ഈ കുട്ടനാടിലെ ചെറുകാലിക്കാൽ ചിറവരമ്പത്തേക്ക് തൊഴിലാളികൾ സംഘടിപ്പിക്കാൻ പോയപ്പോൾ അവർ ഈ ഓടി ഓടിക്കുന്നു വി എസിനെ കാണുമ്പോൾ. ഞങ്ങളെ തമ്പുരാക്കന്മാർക്കെതിരായ സമരം ഞാൻ വന്നതാണ്. അവരെ ആകർഷിക്കാൻ വേണ്ടി തുടങ്ങി വെച്ച ശൈലികളും ശീലങ്ങളുമാണ് വി എസിനെ വിടാതെ പിന്തുണത്. അത് വി എസിന് വളരെ വളരെ ഇഷ്ടപ്പെട്ടു അല്ലെ ആർട്ടിക്കിൾ. അത് എന്നോട് പറഞ്ഞു ചിന്തയിലും കൊടുക്കണം, കർഷകത്തൊഴിലാളി മാസികയിലും കൊടുക്കണം ആർട്ടിക്കിൾ. പുനഃപ്രസിദ്ധീകരിക്കും വി എസ് ആവശ്യപ്പെട്ടനുസരിച്ചാൽ അത് ആളുകൾക്ക് അന്ന് വലിയ ചർച്ചയായിരുന്നല്ലോ. അപ്പോൾ പിന്നെ വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് വേറൊരു സംഭവം ഉണ്ടാകുന്നത്. വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വി എസ് സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നൊരു മേജർ മരിക്കുകയും അവർ വീട്ടിൽ പോകാൻ വൈകിയതിനെ തുടർന്ന് സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ അച്ഛൻ വി എസിനോട് എന്തോ തട്ടിക്കയറി എന്തോ പറഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വി എസ് പത്രക്കാരോട് പ്രതികരിച്ചു, സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ വീടിലായതുകൊണ്ടാണ് പോയത്, അല്ലെങ്കിൽ ഏത് പട്ടി പോകുമായിരുന്നു ചോദിച്ചു. അത് വന്ന് വലിയ വിവാദമായി. ആ സമയത്താണ് പിന്നെ ഞാൻ മനോരമ പത്രത്തിലൊരു ആർട്ടിക്കിൾ എഴുതിയത്. ഒരു ദിവസം 40 തവണയെങ്കിലും മനുഷ്യൻ പട്ടിയെ കൂട്ടുപിടിച്ച് വർത്തമാനം പറയും. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ, പട്ടി കടപ്പുറത്ത് പോയതുപോലെ, പട്ടിക്ക് പൊതിയാത്തയും കെട്ടിയ പോലെ ഓടും പട്ടിക്ക് ഒരു മണി. എന്നിട്ട് വിവാദം വന്നപ്പോൾ പട്ടിയെ കൈവിട്ടു എന്നുള്ളതാണ് ആർട്ടിക്കിൾ. അത് പുള്ളി അന്ന് തന്നെ ചേംബറിൽ വിളിച്ച് പ്രത്യേകം അനുമോദിച്ചു, എല്ലാവരെയും വിളിച്ച് കൂട്ടി. അതൊക്കെ ഒരു ഓർമ്മകളാണ്. തീർച്ചയായും വി എസിൻ്റെ വേർപാട് നിങ്ങളെ നാട്ടിലെല്ലാം നഷ്ടമാണ്. നമുക്ക് ആലപ്പുഴക്കാരെ ഇവിടുന്ന് ഒപ്പം ഉണ്ടാവും. ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ ഒപ്പം ഉണ്ടാവില്ല. ഇല്ല, ഞാൻ ഓച്ചറിന്ന് കയറുന്നത്. എം ആരിഫ് മുൻ എം പി ആണ്. പ്രത്യേകിച്ച് ആലപ്പുഴക്കാരനാണ് അദ്ദേഹം. ആലപ്പുഴ എം പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറെക്കുറെ പറയാനുമുണ്ട്. അദ്ദേഹം പറയുന്നതൊക്കെ നീട്ടിയും കുറുക്കിയുമുള്ള, സേതു നേരത്തെ പറഞ്ഞു, നീട്ടിയും കുറുക്കിയുമുള്ള അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തെക്കുറിച്ചൊക്കെ നേരത്തെ സേതു പറഞ്ഞു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ആ നീട്ടിയും കുറുക്കിയുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി വളരെ പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തെ ഏറെ പ്രിയപ്പെട്ടതാക്കിയത് പക്ഷേ ആ പ്രസംഗ ശൈലിയൊക്കെ ആയിരിക്കാം. ഈ പ്രസംഗത്തിലെ അതിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രസംഗ ശൈലിയൊക്കെ ഏറെ ശ്രദ്ധ ആകർഷിതമായിരിക്കും. എന്തായാലും എം ആരിഫ് എം പിയാണ് അനുസ്മരിച്ചത്. അദ്ദേഹം പഴയ ഓർമ്മകളൊക്കെ പങ്കുവെക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പര്യടനത്തിനാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം വന്നതെന്നാണ് ആരിഫ് എം പി അദ്ദേഹത്തിൻ്റെ അനുഭവം, ആ ഓർമ്മ പങ്കുവെക്കുകയും ചെയ്യുന്നത്.